വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ നേരെ നിലമ്പൂർക്ക് ബസ് കയറി. പോകുന്നത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്കായിരുന്നു. അങ്ങനെ രാത്രി 10:30 എത്തേണ്ട ബസ്സായിരുന്നു. പക്ഷെ ബസ് എത്തിയാണെങ്കിൽ 1:30. അങ്ങനെ ചേച്ചി അളിയന് നമ്മളെ കൊണ്ടുവരാൻ അവിടെ വന്നായിരുന്നു. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തി. ബാക്കിയുള്ള കസിൻസ് ഒക്കെ ഓൾറെഡി എത്തിയായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ കുളിക്കാൻ വേണ്ടി നമുക്ക് പുഴയിലേക്ക് വിട്ടാലെന്ന് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കസിൻസ് ഒക്കെ കൂടി നേരെ പുഴയിലേക്ക് വിട്ടു. അവിടെ എത്തിയപ്പോഴെങ്കിൽ പെരുമഴ കാരണം പുഴ നിറഞ്ഞൊഴുകുന്നു. ഇനിയിപ്പോ പത്രത്തിൽ ഫോട്ടോ വരണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അധികം സാഹസത്തിന് മുതിരാതെ ഞങ്ങൾ അവിടെ നേരെ തിരിച്ചു. വീട്ടിലെത്തിയതും എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി. ചേച്ചിയുടെ വീടിന്റെ കുറച്ചപ്പുറത്ത് കാടായതുകൊണ്ട് തന്നെ നമുക്ക് പോകേണ്ട ലൊക്കേഷനിലേക്ക് അധികം ദൂരമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വിട്ടത് നെടുങ്കായം ഫോറസ്റ്റിലേക്കായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന ബ്രിഡ്ജ് കണ്ട ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട്. ഇത് ഫസ്റ്റത്തെ ബ്രിഡ്ജാണ്. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഈ മരത്തടിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ബ്രിഡ്ജാണിത്. ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടാണ് ഈ ബ്രിഡ്ജ് നിൽക്കുന്നത്. പോണ വഴിക്കാണെങ്കിൽ ചുറ്റും തേക്ക് മരങ്ങളായിരുന്നു. ഈ കാണുന്ന ഏരിയയിലാണെങ്കിൽ ആനയെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോഴാണ് ദേ ഇവിടെ മൊത്തം തേക്ക് എടുക്കുന്നത് കണ്ടത്. ഈ സംഭവം എന്ന് വെച്ചെങ്കിൽ ഇതിന് കൂപ്പ് എന്ന് പറയും. കൂപ്പ് എന്ന് പറഞ്ഞാൽ വിൽപ്പന എന്നാണ് കോൺസെപ്റ്റ്. പക്ഷേ ഈ ഒരു കൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല തേക്കിന്റെ തടി ലേലത്തിന് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ കുറെ തേക്കിന്റെ തടികളോടെ കിടക്കുന്നുണ്ട് കേട്ടോ. പകുതി നശിച്ചു പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷനിലെത്തി. നിങ്ങൾ ഈ കാണുന്ന സ്റ്റാച്യു കണ്ട ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽസിന്റെ മൂപ്പന്റെയും വൈഫിന്റെയും സ്റ്റാച്യു ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു മൂപ്പന്റെ പേര് മാത്തൻ എന്നാണ്. 2022 ജനുവരി 26 ആള് മരണപ്പെട്ടത്. ആനയുടെ ആക്രമണം മൂലമായിരുന്നു ആള് മരണപ്പെട്ടത്. ഇവരുടെ പ്രത്യേകത എന്തെന്നാൽ ഏഷ്യയിലെ തന്നെ ഗുഹയ്ക്കുള്ളിൽ താമസിക്കുന്ന ട്രൈബൽസിൽപ്പെട്ടവരാണ് ഇവർ. ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ പേരുണ്ടല്ലോ ചോലനായ്ക്കർ. ഇതിന് രണ്ട് അർത്ഥമുണ്ട്. ചോല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ് ഫോറസ്റ്റ്, നായ്ക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്സ്, ഉൾക്കാട്ടിലെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ചോല നായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഏരിയ അതിനടുത്തുണ്ട്. പക്ഷെ അവിടേക്ക് ഒരു കോമൺ പേഴ്സണ് കയറാൻ പറ്റില്ല. കാരണം അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണത്. കാരണം അവരുടെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ നേരിട്ട് ഇവരുടെ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്ന ബ്രിഡ്ജ് കണ്ട ഈ ബ്രിഡ്ജിന് ഒരു പ്രത്യേകതയുണ്ട്. സംഭവം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ബ്രിഡ്ജ്. പണ്ട് ബ്രിട്ടീഷുകാർ മരത്തടി കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിച്ച ബ്രിഡ്ജാണിത്. ഈ ബ്രിഡ്ജിന്റെ അടിയിലൂടെ ഒഴുകുന്ന ഈ പുഴയുണ്ടല്ലോ, ഇത് ചാലിയാർ പുഴയിലേക്ക് ചെന്നു ചേരുന്ന കരിമ്പുഴയാണ് ഈ അടിയിലൂടെ ഒഴുകുന്നത്. അതുപോലെ തന്നെ ഇതിൽ രൂപപ്പെടുന്ന കയമുണ്ട്. ഈ ഒരു കയത്തിൽ മുങ്ങിയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഫോറസ്റ്റ് എഞ്ചിനീയറായ ES ഡോസൺ മരണപ്പെട്ടത്. 1933 ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ 1938 ഇയാൾ മരണപ്പെടുന്നതും. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയുടെ പാർട്ട് 2 നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്.